بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആയിഷ ബീവിയുടെ കല്യാണം നടക്കുകയാണ്. വിശ്വാസികളല്ലാത്ത മാതാപിതാക്കളുടെ സമീപത്തേക്ക് എൻ്റെ മകളെ, വിശ്വാസിനിയായ എൻ്റെ മകളെ പറഞ്ഞേക്കുന്നില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കുകയും അതടിസ്ഥാനത്തിൽ ജുബൈറുമായിട്ടുള്ള കല്യാണം മുടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള കല്യാണത്തിലേക്കുള്ള ചർച്ചകൾ എത്തുന്നത്. ഒരു ശവ്വാൽ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിലെ ളുഹാന്റെ സമയത്തിലാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ് കഴിക്കുന്നത്. 500 ദിർഹം മഹറായി നൽകിയിട്ടാണ് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത്. നിലവിലിപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജറ പോവുകയാണ്. സ്വന്തം നാട്ടുകാരും കുടുംബക്കാരിൽപ്പെട്ട പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മുസ്ലിമീങ്ങളായ ആളുകളെ അവരുടെ ജീവിത സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹനിച്ചു കളഞ്ഞപ്പോൾ, അവരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിച്ചപ്പോൾ, അവരുടെ സ്വാതന്ത്ര്യം ഹനിച്ചു കളഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് പലായനം ചെയ്തത് സിദ്ദീഖ് തങ്ങളും മുത്തുനബി തങ്ങളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു. ആദ്യമായിട്ട് മുത്തുനബി എടുത്ത ഒരു ധർമ്മപ്രവർത്തനം പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മദീനയിൽ ആദ്യത്തെ പള്ളി അതായിരുന്നു. മസ്ജിദുൽ ഖുബാന്റെ നിർമ്മാണം കഴിഞ്ഞു. മദീനയിൽ പരസ്യ പ്രബോധനത്തിന് വളരെ സൗകര്യമുള്ള മണ്ണായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം തുടങ്ങുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ ബീവി സമ്മാനമായി കൊടുത്ത അടിമക്കുട്ടിയായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസ. സെയ്ദ് ഇബ്നു ഹാരിസ ഇപ്പോഴും റസൂലുള്ളാഹിനെ കൊടുത്തനുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു, മോന് മക്കത്തേക്ക് പോയിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് കൊണ്ടുവരണം. സൈനബിനെയും റുഖയ്യനെയും ഉമ്മു കുൽസുമിനെയും ഫാത്തിമ സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ അവരെ കൂട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. വിവരം പറഞ്ഞ സിദ്ദീഖ് തങ്ങൾ ഒരു എഴുത്തു കൊടുത്തു. ഈ എഴുത്ത് മോൻ അബൂബക്കർ, എൻ്റെ മകൻ അബ്ദുള്ള കൊടുക്കണം എന്ന് പറഞ്ഞു. ആ എഴുത്തിലുണ്ടായത് റസൂലുള്ളാഹിന്റെ മക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വരണം എന്നാണ്. റസൂലുള്ളാഹിന്റെ സേവകനായിരുന്ന അബൂ റാഫിഉം ഈ സമയത്ത് സെയ്ദ് ഇബ്നു ഹാരിസയുടെ കൂടെ മക്കത്തേക്ക് പോയി. കാരണം ഒറ്റക്കാരാൾ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് യാത്ര ദുഷ്കരമായ യാത്രകളാണല്ലോ, കൂടെ ഒരാൾ കൂടെ പറഞ്ഞയച്ചു. അവർ മക്കയിലേക്ക് എത്തി. മക്ക ഇപ്പോഴും പ്രയാസപ്പെടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെയും സിദ്ദീഖ് തങ്ങളുടെ കുടുംബത്തേക്ക് കൂട്ടിയിട്ട് അവർ തിരിച്ച് മദീനയിലേക്ക് വരുന്നു. യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 480ഓളം കിലോമീറ്റർ വഴിദൂരമുള്ള മക്ക മദീന, ആ യാത്രയിൽ എത്രത്തോളം പ്രയാസമുണ്ടെന്ന് നടന്നു വരുന്ന ഒരു യാത്രക്കാരൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നും ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. അവർ മദീനയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോൾ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത് ചെറിയൊരു വീടുണ്ടാക്കി അവിടെ താമസിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖസറജികൾ താമസിക്കുന്ന ഒരു ഭാഗത്തും താമസിക്കുന്നു. ഖസറജികൾ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഒരു കുടുംബമാണ്. മക്കത്തും മദീനത്തൊക്കെ ആയിട്ട് അവരുടെ കുടുംബം ഉണ്ടെന്നാണ് ഇപ്പം എൻ്റെ അറിവ്. ഏതായിരുന്നാലും 3 വർഷം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ല, നമ്മൾ മക്കത്ത് വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നല്ലോ, അതൊരു കംപ്ലീറ്റ് ആക്കണ്ടേ? നിക്കാഹ് കഴിഞ്ഞു വെച്ചാണല്ലോ, വീട്ടിൽ കൂടണ്ടേന്ന് ചോദിച്ചു. റസൂലുള്ള ഡേറ്റ് പറഞ്ഞു കൊടുത്തു. അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളുമായിട്ട് ഊഞ്ഞാലാടി കളിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നെ വിളിച്ച് ഭക്ഷണം തന്ന് കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി തന്ന് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഒരു റൂമിലേക്ക് എന്നെ കൊണ്ട് പറഞ്ഞു വെച്ചു. റൂമിലേക്ക് ആക്കിയപ്പോൾ അവർ വെളിയിലേക്ക് വന്നു, വാതിലടച്ചു. അതിൻ്റെ ഉള്ളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള പാല് ഞാൻ റസൂലുള്ളാഹിക്ക് കൊടുത്തു. മുത്തുനബി അല്പം കുടിച്ചു, ബാക്കി എനിക്കും തന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്തുവായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ഫീഹാ വഫീ അഹ്ലിഹാ, ആയിഷക്കും ആയിഷാന്റെ കുടുംബത്തിലും നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അന്നു മുതൽ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് മാറി വന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ പള്ളിയോട് ചേർന്നൊരു വീടുണ്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ വീട്ടിലേക്ക് ആയിഷ ബീവി കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഇഷ്ടിക കല്ലുകളുടെ ചുമരും പനയോലകളുടെ മേൽപ്പുരയുമുള്ള ചെറിയൊരു വീടായിരുന്നു. നമ്മുടെ വീടുകളൊക്കെ എത്ര വലിയ സൗഭാഗ്യ സമ്പന്നതയുള്ള വീടുകളാണല്ലേ. ഫർണിച്ചറുകൾ കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല. ചെറിയൊരു പായുണ്ട്, അതുപോലെ തന്നെ ഒരു തോലിന്റെ വിരിപ്പുണ്ട്. രോമക്കമ്പിളി കൊണ്ടാണ് ആ വീട്ടിൽ ഒരു റൂമുണ്ടാക്കി വെച്ചത്, മറയാക്കി വെച്ചത് രോമക്കമ്പിളി കൊണ്ടാണ്.
അതിൻ്റെ വാതിലും അങ്ങനെ തന്നെയായിരുന്നു. ആ ചെറിയ വീട്ടിലാണ് ആയിഷ ബീവിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും താമസിച്ചത്. ആ വീടാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന റൗള ഷരീഫ് എന്ന് പറയുന്ന, ഹുജ്റത്തു ഷരീഫ് എന്ന് പറയുന്ന ആ ഭാഗം. അല്ലാഹു തആല കാണാനും അനുഭവിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് തരട്ടെ.